ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഫ്രീ കൺസെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീ കൺസെൻറ്റ് ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സിൽ ഒന്നാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിന് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവണം. അതായത് അവർ സെയിം തിങ് സെയിം സെൻസിലാവണം മനസ്സിലാക്കേണ്ടത്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ വാലിഡ് കോൺട്രാക്ട് ദർ ഷുഡ് ബി പെർഫെക്റ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് consensus at idem between contracting parties regarding the subject matter of the contract. Section 10 of Indian Contract Act lay down in clear terms free consent is one of the essentials of a valid contract. Next, consent. According to Section 13 of the Act, defined consent as two or more persons are said to consent when they agree upon same thing in the same sense. According to this section, which has laid down the basic principle of consensus ad idem on which law of contract is based, parties to an agreement should have identity of mind regarding subject matter of the agreement. കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം ആളുകൾ ഒരേ കാര്യം ഒരേ സെൻസിൽ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസെൻ്റ് എന്ന് പറയുന്നത്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിന് കോൺസെൻസസ് ആഡ് ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവണം. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസ് ഒരേ കാര്യം ഒരേ സെൻസിൽ മനസ്സിലാക്കണം. ആ പ്രിൻസിപ്പളിനെയാണ് നമ്മൾ കോൺസെൻസസ് ആഡ് ഇടം, ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രീ കൺസെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് കൺസെൻറ്റ് ഈസ് ദ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഓർ റിയൽ, then contract will be voidable at the option of contracting parties whose consent is not free. The word free consent is defined in Section 14 of Contract Act as follows. Consent is said to be free when it is not caused by coercion as defined in Section 15 or undue influence as defined in Section 16 or fraud as defined in Section 17 or misrepresentation as defined in Section 18 or mistake subject to the provisions of Sections 20, 21 and 22. Consent is said to be so caused when it would not have been given but for the existence of such coercion, undue influence, fraud, misrepresentation or mistake. പാർട്ടീസ് സ്വന്തം താല്പര്യപ്രകാരമാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാം. അതായത് കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം മനസ്സിലാക്കി, ദാറ്റ് മീൻസ് സെയിം തിങ് സെയിം സെൻസിൽ മനസ്സിലാക്കിയിട്ടാണ് അവർ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാം. ഒരു കൺസെൻറ്റ് ഫ്രീ ആണ് എന്ന് പറയുകയാണെങ്കിൽ അത് കൊയേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെൻറ്റേഷനിലൂടെയോ മിസ്റ്റേക്കിലൂടെയോ ഒന്നും ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതാവരുത്. കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷനും മിസ്റ്റേക്കും ഒന്നും അല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം തന്നെയാണ് പാർട്ടീസ് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ മാത്രമാണ് ആ കോൺട്രാക്റ്റ് ഫ്രീ കൺസെൻറ്റിലൂടെയാണ് എൻ്റർ ചെയ്തത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഫ്രീ കൺസെൻറ്റിലൂടെ ഒബ്റ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ കൊയേഷൻ ഉണ്ടാവരുത്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്, ഫ്രോഡ് ഉണ്ടാവരുത്, മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാവരുത്, മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഇത് നമ്മൾ ഓർക്കണം. ഇനി കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഒരു കോൺട്രാക്റ്റിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ദാറ്റ് മീൻസ് ഈ 5 ഫാക്ടേഴ്സ് കാരണമാണ് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറയാം. ഇനി എന്താണ് കൊയേഷൻ എന്ന് നമുക്ക് നോക്കാം. കൊയേഷൻ സെക്ഷൻ 15. Coercion means compelling or forcing a person to enter into a contract under a pressure or threat. Section 15 of Indian Contract Act defines coercion as committing or threatening to commit any act forbidden by Indian Penal Code or the unlawful detaining or threatening to detain any property to the prejudice of any person whatsoever with the intention of causing any person to enter into an agreement. ഒരു വ്യക്തിനെ കമ്പൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 15 കൊയേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷനിൽ പറയുന്നത് ഒരു വ്യക്തിനെ ഒരു എഗ്രിമെൻറ്റിൽ
എൻട്രി ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കുന്ന ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാളെ ഒരു എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് IPC പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന അയാളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പിടിച്ചു വയ്ക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടോ ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തിനെ നമ്മൾ എൻട്രി ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൊയേഷൻ എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊയേഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, committing of any act forbidden by Indian Penal Code. When consent of a person is obtained by committing any act which is forbidden by Indian Penal Code, the consent is said to be obtained by coercion. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിച്ചിട്ടുള്ള എന്തെങ്കിലും ആക്ട് ചെയ്തിട്ട് ഒരാളെ ഒരു എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കൊയേഷനിലൂടെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എക്സ് ബീറ്റ്സ് വൈ ആൻഡ് കമ്പൽ ഹിം ടു സെൽ ഹിസ് കാർ ഫോർ ₹50,000. Here, Y's consent has been obtained by coercion because beating someone is an offence under the Indian Penal Code. എക്സ് വൈനെ അടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ് വൈയുടെ കാറ് 50,000 രൂപയ്ക്ക് എക്സിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വൈൻ്റെ കൺസെൻറ്റ് എക്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ബീറ്റ് ചെയ്തിട്ടാണ്. ഈ ബീറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരം ഒരു ഒഫൻസാണ്. ഇങ്ങനെ ഈ ഒരു ഒഫൻസിലൂടെയാണ് എക്സ് വൈൻ്റെ സമ്മതം ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഇവിടെ നമുക്ക് കൊയേഷൻ സംഭവിച്ചിട്ടുണ്ട്. കൊയേഷനിലൂടെയാണ് വൈ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. ഇനി ദി ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇഫ് എ പേഴ്സൺ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ആൻ ആക്ട് വിച്ച് ഈസ് പണിഷബിൾ അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്, ഇറ്റ് ലീഡ്സ് ടു കൊയേഷൻ. എക്സാമ്പിൾ, consent obtained at pistol point or threatening to cause death or by intimidation. That means ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുക. നേരത്തെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിച്ചിട്ടുള്ള ഒരു ആക്ട് കമ്മിറ്റ് ചെയ്താണ് ചെയ്തത്. ഇവിടെ ആ ഒരു ആക്ട് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ പിസ്റ്റൺ പോയിന്റിൽ നിർത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ അതായത് നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ചെയ്യുന്നത്. അവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കൊയേഷനിലൂടെയാണ് ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തതെന്ന് പറയാം. ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിരോധിച്ചിട്ടുള്ള ഒരു ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കാം. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ്, അൺലോഫുൾ ഡിറ്റെയിനിങ് ഓഫ് എനി പ്രോപ്പർട്ടി. ഇഫ് എ പേഴ്സൺ അൺലോഫുള്ളി ഡിറ്റെയിൻസ് ദി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ഫോഴ്സസ് ഹിം ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ കൊയേഷൻ. അതായത് മറ്റൊരാളുടെ പ്രോപ്പർട്ടി അനധികൃതമായിട്ട് കൈയടക്കി വെച്ചിട്ട് അയാളെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കാൻ ഫോഴ്സ് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതും നമ്മൾ കൊയേഷനിലൂടെയാണ് എൻട്രി ചെയ്തതെന്ന് പറയാം. നെക്സ്റ്റ്, ത്രെറ്റനിങ് ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി അൺലോഫുള്ളി. നേരത്തെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി പിടിച്ചു വെച്ചിട്ടായിരുന്നു, ഇവിടെ പിടിച്ചു വെക്കുന്നു ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊയേഷനാണ്. ഇഫ് എ ത്രെറ്റ് ഈസ് ഗിവൺ ടു ഡിറ്റെയിൻ എനി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ, ദിസ് അമൗണ്ട്സ് ടു കൊയേഷൻ. നെക്സ്റ്റ്, ദി ആക്ട് ഓഫ് കൊയേഷൻ. It must be done with the object of inducing or compelling any person to enter into an agreement. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ ത്രെറ്റൻ ചെയ്യുന്ന സമയത്ത്
ആ വ്യക്തിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം ആ ആക്ട് ചെയ്യുന്നുണ്ടാവേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കൊയേഷൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി എന്താണ് ഈ കൊയേഷൻ്റെ ഇഫക്ട്സ് എന്നുള്ളത് നോക്കാം. ഇഫക്ട്സ് ഓഫ് കൊയേഷൻ. According to section 19 states that when the consent of a party to an agreement is obtained by coercion, the contract becomes voidable at the option of the party, that is, such party can put an end to the contract if he so chooses. According to section 72 of the Act, which is based on the principle of equitable restitution, a person to whom anything has been delivered or money paid under coercion must return or repay it. കൊയേഷനിലൂടെ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. അതല്ലെങ്കിൽ അത് ഈ അഗ്രീവ്ഡ് പാർട്ടീൻ്റെ ഓപ്ഷൻ പ്രകാരം ഒരു വാലിഡ് കോൺട്രാക്റ്റും ആകാം. ആരാണോ അഗ്രീവ്ഡ് പാർട്ടി അവർക്ക് പിന്നീട് ഈ കോൺട്രാക്റ്റിൽ കുഴപ്പമില്ല, ഈ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റാണ്. അതല്ലെങ്കിൽ അവർക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യിക്കാം. ദാറ്റ് മീൻസ് നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിച്ചു. ആരെയാണ് ഭീഷണിപ്പെടുത്തിയത് അയാൾക്ക് പിന്നീട് തോന്നുകയാണ് ഈ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും കുഴപ്പമില്ല, ഈ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആകും. അതല്ലെങ്കിൽ അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്.